ഒരിടത്തെ പണം മറ്റൊരിടത്ത് പ്രയോജനകരമാകുമെങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ്. പ്രയോജനമില്ല, ഡിഫിക്കൽട്ട് ആവുകയാണെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ്. എനിക്ക് ഏറെ പ്രിയങ്കരായ എൻ്റെ കേറ്ററ്റ് അധ്യാപക വിദ്യാർത്ഥികളെ, കേറ്ററ്റ് നിങ്ങൾക്കൊരു ബാലികേറ മലയാണ് എന്ന ചിന്തയിൽ നിന്നും നിങ്ങളെ ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ എൻട്രിയും ഞങ്ങളും തയ്യാറാണ്. സോ അതിൻ്റെ ഭാഗമായി നിങ്ങളെ പരിചയപ്പെടാൻ, നിങ്ങൾക്കായി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് മാത്രമായി ഒരു സിമ്പിൾ ടോപ്പിക്ക് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സോ നമുക്കറിയാം, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് പഠന സംക്രമണം എന്ന് മലയാളത്തിൽ പറയും, ശരിയല്ലേ? നമ്മൾ കുട്ടിക്കാലം മുതലേ പഠിച്ച എത്രയോ അറിവുകൾ നമ്മുടെ കൊഗ്നിറ്റീവ് സ്കീമയിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കും എനിക്കും അറിയാം. നമുക്ക് എണ്ണാൻ കഴിയുന്ന നമ്പർ തന്നെ, എഴുതാൻ കഴിയുന്ന നമ്പറുകൾ തന്നെ എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കാൻ കൂടി കഴിയില്ല. അപ്പോൾ അത്രത്തോളം അറിവുകളെ ആർജിച്ചെടുക്കാനുള്ള ശേഷി ജന്മസിദ്ധമായി മനുഷ്യനുണ്ട് എന്ന് പറയുമ്പോൾ ആ അറിവുകളിൽ നിന്നും മറ്ററിവുകളിലേക്കും ആ അറിവുകളിൽ നിന്നും അതിൻ്റെ വികാസത്തിലേക്കും മനുഷ്യന് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെയാണ് നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്നത്. 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി എന്ന ഒരു സിമ്പിൾ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എത്രയോ കോടിക്കണക്കിന് നമ്പറുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. അപ്പോൾ സ്വാഭാവികമായും പഠിക്കുന്നത് മറ്റ് പലതിനും പ്രയോജനപ്പെടുന്നു. പഠിക്കുന്ന ഒരു കാര്യം മറ്റ് പലതിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് ഇത് അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ കൃത്യമായ ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട്. അപ്പോൾ പഠന സംക്രമണം എന്താണെന്ന് അറിയണം. ആ എന്ന് പഠിച്ചു തുടങ്ങി, ABCD എന്ന് പഠിച്ചു തുടങ്ങി, 1, 2 എന്ന് പഠിച്ചു തുടങ്ങി. ഇന്ന് എഴുതാനും വായിക്കാനും ചിന്തിക്കാനും കണക്കുകൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലേക്ക് മനുഷ്യന്റെ ബൗദ്ധിക വികാസം, ഇങ്ങനെ വികാസത്തിന്റെ ഔന്നത്യത്തിലേക്ക് എത്താൻ കാരണം മനുഷ്യന്റെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു എബിലിറ്റിയാണ്. നമുക്കൊന്ന് നോക്കാടാ പിള്ളേരെ, എന്താണ് സാധനമെന്ന്. 3 പേരുടെ ഡെഫിനിഷൻ ഞാൻ ആദ്യമേ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സംഭവം ഓൾറെഡി ഞാൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന്. എങ്കിലും 3 ഡെഫിനിഷൻ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റാർക്കും കിട്ടാത്ത മാർക്ക് വരിക്കണം. ഇവിടെ നോക്കേ, ക്രോ ആൻഡ് ക്രോ അല്ലെ, അനവധിയായിട്ടുള്ള സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസിന് ഡെഫിനിഷൻ നൽകിയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് ക്രോ ആൻഡ് ക്രോ എന്ന് പറയുന്നത്. സോ അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താ? The carryover of habits or thinking, feeling or working of knowledge or skills from one learning areas to another is usually referred to as transfer of learning. സിമ്പിൾ ആയിട്ട് പറയാം, ഒരു മനുഷ്യന്റെ ചിന്ത, ഒരു മനുഷ്യന്റെ ഫീലിങ്സ്, ഒരു മനുഷ്യന്റെ അറിവുകളുടെ പ്രവർത്തനം, ഒരു മനുഷ്യന്റെ സ്കില്ല് ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആദ്യമേ അക്ഷരങ്ങൾ പഠിച്ചു, അക്ഷരങ്ങൾ കൊണ്ട് വാക്കുകൾ ഉണ്ടാക്കി, വാക്കുകൾ കൊണ്ട് നിങ്ങൾ സെന്റൻസുകൾ ഉണ്ടാക്കി, സെന്റൻസുകൾ കൊണ്ട് നിങ്ങൾ ആശയങ്ങൾ ഉണ്ടാക്കി, നിങ്ങൾ എഴുതി, നിങ്ങൾ കൃത്യമായി വായിച്ച് അർത്ഥം മനസ്സിലാക്കി, ഒരിടത്ത് നിന്നും ആരംഭിച്ച അറിവുകളെ ട്രാൻസ്ഫർ ചെയ്ത് വികസിപ്പിച്ച് 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 പരിപോഷിപ്പിച്ചെടുത്തവരാണ് നിങ്ങൾ. അതിനകത്ത് യാതൊരു സംശയവുമില്ല. സോ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഹാബിറ്റ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, നിങ്ങളുടെ നോളജ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക്, ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് നിങ്ങളെ അറിവിനെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ക്രോ ആൻഡ് ക്രോയുടെ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. നമ്മളെ ജീവിതത്തിൽ മുഴുവനും ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഓർമ്മയുടെ ഓളങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് വൈജ്ഞാനിക ഘടനയ്ക്ക്, കൊഗ്നിറ്റീവ് സ്ട്രക്ചറിന് വികാസം സംഭവിച്ച കാലഘട്ടം മുതൽ നിങ്ങൾ എത്രത്തോളം അറിവുകളെ നിങ്ങൾ വിശാലമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കൊരു പക്ഷേ പറയാൻ കഴിയില്ല. കാരണം അത് നിങ്ങളിൽ സംഭവിച്ചതാണ്. സമൂഹത്തിലൂടെ എങ്ങനെ നടക്കണമെന്നും രാജ്യത്തെ നിയമങ്ങൾ എങ്ങനെ അനുസരിക്കണമെന്നും ഇതൊക്കെ ബാലപാഠങ്ങളിലൂടെ പഠിച്ച്, പുസ്തകങ്ങളിലൂടെ പഠിച്ച് അത് പ്രാവർത്തിക തലത്തിലേക്ക് നിങ്ങൾ ആ അറിവിനെ നിങ്ങൾ സംക്രമിച്ചവരാണ്. സോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിന് ക്രോ ആൻഡ് ക്രോ പറഞ്ഞ ഡെഫിനിഷൻ അപ്പുറത്തേക്ക് ഒരു ഡെഫിനിഷൻ ഇല്ല. 2, ജൂഡ് പറഞ്ഞേക്കുന്ന നോക്കേ, ട്രാൻസ്ഫർ ഇസ് എ ഫോം ഓഫ് ജനറലൈസേഷൻ. ട്രാൻസ്ഫർ ഇസ് എ ഫോം ഓഫ് ജനറലൈസേഷൻ. കാൽക്കുലേറ്ററിൽ കുത്തിപ്പടിച്ച നിങ്ങൾ
കമ്പ്യൂട്ടറിൻ്റെ കോട്ടി കീബോർഡിൽ നിങ്ങൾ കുത്തി, കമ്പ്യൂട്ടറിൻ്റെ കേട്ടി കീബോർഡിൽ നിങ്ങൾ കുത്തിയ നിങ്ങൾ ദാണ്ടെ മൊബൈൽ ഫോണിൻ്റെ കീബോർഡ് നിങ്ങൾ യൂസ് ചെയ്തു. എവിടത്തുള്ള അറിവാ? കാൽക്കുലേറ്ററിൽ നിന്ന് തുടങ്ങി, ടൈപ്പ് റൈറ്റിങ്ങിൽ നിന്ന് തുടങ്ങി, കമ്പ്യൂട്ടറിൽ നിന്ന് തുടങ്ങി, ലാപ്ടോപ്പിൽ നിന്ന് തുടങ്ങി, ഇന്ന് ടാബ് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് എവിടെയെങ്കിലും മൾട്ടി സ്ക്രീനുകൾ ഉണ്ട് എങ്കിൽ, ഡിജിറ്റൽ സ്ക്രീനുകൾ ഉണ്ട് എങ്കിൽ അവിടെയും പോയി നിങ്ങൾ ഉപയോഗിക്കും അല്ലേ? അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ജനറലൈസേഷൻ ആണ്, അത് വ്യാപിക്കപ്പെടുന്നതാണ്. ഒരിടത്തു നിന്നും മറ്റു പല തലങ്ങളിലേക്ക് വ്യാപിക്കപ്പെടുന്നതാണ്. ജൂഡ് പറഞ്ഞത് ഒരു ചെറിയ സെന്റൻസ് ആണ് എങ്കിലും അർത്ഥപരമായി, വൈജ്ഞാനികപരമായി, സെമാൻറ്റിക് ആയിട്ട് അതിന് വലിയ തലങ്ങളുണ്ട്. അപ്പോൾ രണ്ട് കൺസെപ്റ്റുകളിൽ നിന്നും ആശയം ഒന്ന് തന്നെയാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ BEdനും നിങ്ങളുടെ TTCക്കും പഠിക്കുന്ന നിങ്ങളുടെ ഡെഫിനിഷൻ ദാണ്ട അക്കോർഡിംഗ് ടു ഈൽസ് പറഞ്ഞ എന്താ? ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് മീൻസ് ദാറ്റ് എക്സ്പീരിയൻസ് ഓർ പെർഫോമൻസ് ഓൺ വൺ ടാസ്ക് ഇൻഫ്ലുവൻസസ് പെർഫോമൻസ് ഓഫ് സം സബ്സിക്വന്റ് ടാസ്ക്. ഒരിടത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസ് മറ്റൊരിടത്ത് നിങ്ങൾ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞു. ഇവിടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന, നിങ്ങൾ ആർജിച്ചെടുക്കുന്ന, നിങ്ങൾ നേടിയെടുക്കുന്ന, നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്ന, നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ പഠനം, നിങ്ങളുടെ അറിവ് മറ്റൊരിടത്തേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. വെറൈറ്റി ഫോംസിലായിരിക്കാം, സെയിം ലെവലിലായിരിക്കാം, ഡിഫിക്കൽട്ട് ടാസ്കുകളിലേക്കായിരിക്കാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഇതിനപ്പുറത്ത് ഇനി ഡെഫിനിഷൻസ് വല്ലതും പറയേണ്ട കാര്യമുണ്ടോ? ഇതിനപ്പുറത്ത് ഇനി നിങ്ങൾക്ക് പറയേണ്ട കാര്യമുണ്ടോ? There are three primary transfer of learning. There are three primary transfer of learning: positive, negative and zero. Positive addition, negative deletion, zero nothing. ഒരിടത്ത് പണം മറ്റൊരിടത്ത് പ്രയോജനകരമാകുമെങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ്. പ്രയോജനമില്ല, ഡിഫിക്കൽട്ട് ആവുകയാണെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ്. ഒരു പ്രയോജനവും ഒരു ഡിഫിക്കൽട്ടും ഇല്ല എങ്കിൽ പഠന സംക്രമണം ദാറ്റ് ഈസ് സീറോ. പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ ട്രാൻസ്ഫർ. പ്രൈമറി ആയിട്ട് 3 എണ്ണമാണ്, സെക്കൻഡറി ആയിട്ട് കുറേ ഉണ്ട്. അതിൽ കുറച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. സോ വാട്ട് ഈസ് പോസിറ്റീവ് ട്രാൻസ്ഫർ? പഠിച്ചു കഴിഞ്ഞു, ടോപ്പിക് തീർന്നു കഴിഞ്ഞു. ഇനി കുറച്ച് എക്സാമ്പിൾസ്, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കിയാൽ മതി. വെൻ ലേണിംഗ് ഈസ് വൺ സിറ്റുവേഷൻ ഫെസിലിറ്റേറ്റ്സ് ദ ലേണിംഗ് ഈസ് another situation is called positive transfer. When learning is one situation facilitates, ഞാൻ ആദ്യമേ പഠിച്ചത് സൈക്കിളാണ്. സൈക്കിൾ പഠിച്ചപ്പോഴാണ് എനിക്ക് ഹാൻഡിൽ ബാലൻസ് കിട്ടിയത്. ആ ഹാൻഡിൽ ബാലൻസ് വെച്ചുകൊണ്ട് ഞാൻ ബൈക്ക് പഠിച്ചു. ബൈക്കിന്റെ ഗിയർ ചേഞ്ചിങ്ങിന്റെ അറിവും മറ്റും കൊണ്ട് ഞാൻ എളുപ്പം കാർ പഠിച്ചു. പോസിറ്റീവ് ട്രാൻസ്ഫർ. ഇറ്റ്സ് പോസിറ്റീവ് ട്രാൻസ്ഫർ. എൻ്റെ ടീച്ചറുമായി കുട്ടിക്കാലം മുതൽ ഞാൻ ഇടപഴകിയതിൻ്റെ ഫലമായി ടീച്ചറുമായി എനിക്ക് നല്ല രീതിയിൽ ടീച്ചറോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് എല്ലാ ടീച്ചേഴ്സിലേക്കും അത് ജനറലൈസ് ചെയ്തു. ദാറ്റ് ഈസ് പോസിറ്റീവ് ട്രാൻസ്ഫർ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ട്രാൻസ്ഫർ എന്താണെന്ന് മനസ്സിലായി. ഇനി കേട്ടിട്ട് നിങ്ങൾക്ക് ചോദിച്ചൊരു ചോദ്യം നമുക്ക് ചോദിക്കുക. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം, ദാറ്റ് ഈസ് വെൻ പ്രീവിയസ് ലേണിംഗ് ഫെസിലിറ്റേറ്റ്സ് ദ ലേണിംഗ് ഓഫ് എ ന്യൂ ടാസ്ക് ഈസ് നോൺ ആസ്. There is no doubt. All of you just try to understand the concept positive transfer very carefully. It's simple. It's meaningful. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? Previous learning facilitates the learning of a new task is known as positive transfer. നിങ്ങൾ എന്റെക്കാൾ മുമ്പേ ഇവിടെ ഉത്തരത്തിലേക്ക് എത്തിയെന്ന് എനിക്കറിയാം. ഇനി നമുക്ക് നോക്കാം എന്താണ് നെഗറ്റീവ് ട്രാൻസ്ഫർ. When the learning of one task makes the learning of another task harder, it is called negative transfer. ഇവിടെ നിങ്ങൾ ചിന്തിക്കുക, ഇപ്പോൾ ഞാൻ കാർ ഓടിച്ചു പഠിച്ചതും ഞാൻ കാർ ഓടിക്കുന്നതുമായത് എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം പറയാം. കണ്ണൂരിലൊരു ജംഗ്ഷനിൽ ഒരു ലേഡി പെട്ടെന്നൊരു കാർ കൊണ്ടുവന്ന് സ്റ്റക്കായി, അവിടെ മൊത്തം അങ്ങ് ട്രാഫിക് ജാമായി. അപ്പോൾ സമീപത്തെ ബൈക്കിലിരുന്ന് ഞാൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഞാൻ വണ്ടി എടുത്ത് മാറ്റി തരാമെന്ന് പറഞ്ഞു. അവർ ഇറങ്ങി, ഞാൻ വണ്ടിയിലേക്ക് കയറിയിരുന്നു. വണ്ടിയിലേക്ക് കയറിയിരുന്നപ്പോൾ അത് ഗിയർലെസ് കാറാണ്, ഗിയറില്ല. അതായത് എൻ്റെ വലത് കാലിൽ ആക്സിലേറ്റർ, വലത് കാലിൽ തന്നെ ബ്രേക്ക് ഉപയോഗിക്കാം. ക്ലച്ചില്ല, ഗിയറില്ല. ഗിയർ ഉണ്ടെങ്കിലേ ക്ലച്ച് ഉണ്ടാകും, ക്ലച്ചും ഇല്ല. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നോർമലി ഗിയറിൻ്റെ കാർ എങ്ങനെ ഉപയോഗിക്കുന്നത്? ഇടത്തെ കാല് ക്ലച്ചിനകത്താണ് ഫുൾ ടൈം, വലതേ കാല് ആക്സിലേറ്ററിലും എന്തിലുമാണ്? ബ്രേക്കിലുമാണ്. എപ്പോഴും അങ്ങനെയാണ്. സ്വാഭാവികമായും ഗിയർലെസ് കാർ ഓടിച്ചപ്പോഴത്തേക്ക് ഞാൻ ക്ലച്ച് ചവിട്ടുന്ന വ്യാജേന എപ്പോഴും ബ്രേക്കിൽ ചവിട്ടി. ഞാൻ ബ്രേക്കിൽ ചവിട്ടി.
അത് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഓൾറെഡി ഞാൻ പഠിച്ചൊരറിവ് പുതിയൊരു പഠനത്തെ നെഗറ്റീവായിട്ട് ബാധിച്ചു. ദാറ്റ് ഈസ് നെഗറ്റീവ് ട്രാൻസ്ഫർ. When learning of one task makes the learning of another task harder, it is called a negative transfer. The simple ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. ആ ചോദ്യം ഒന്ന് നോക്കിയേ. A student learns that plural of house is houses. അതായത് ഒരു കുട്ടി പഠിക്കുകയാണ് ഹൗസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡിന്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് ഹൗസസ് എന്നാണ്. ഹൗസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡിന്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് ഹൗസസ് ആണ്. സോ ആൻഡ് റോങ്ലി അപ്ലൈസ് ദ സെയിം റൂൾ ടു മൗസ്. ഇവിടെ നോക്കുക, നമ്മൾ മൗസസ് എന്ന് പറയും. മൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിയാണ് അല്ലേ? സോ മൗസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന മൗസ്, അതാണ് മൗസസ് എന്ന് പറയുന്നത്. സോ ഹൗസിന്റെ പ്ലൂറൽ ഫോം ആയിട്ട് ഹൗസസ് യൂസ് ചെയ്യുന്ന കുട്ടി അതേ റൂൾ ഉപയോഗിച്ചുകൊണ്ട് മൗസിന്റെ പ്ലൂറൽ ഫോം മൗസസ് എന്ന് പറയുന്നു. അപ്പോൾ ഒരിടത്തു നിന്ന് പഠിച്ചൊരു റൂള് മറ്റൊരു കാര്യം പഠിക്കാൻ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്തു. യഥാർത്ഥത്തിൽ മൗസിന്റെ പ്ലൂറൽ ഫോം എന്ന് വെച്ചാൽ മൈസ്. സോ ഒരിടത്ത് പഠിച്ചത് അടുത്ത പഠനത്തെ നെഗറ്റീവായി സ്വാധീനിച്ചാൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഇറ്റ് ഈസ് നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ക്ലിയർ, പക്ക, കാര്യം സെറ്റാണ്. ഇനി സീറോ ട്രാൻസ്ഫർ. If learning of a particular task has no effect on the learning of a subsequent task, it is said to be zero transfer. ഒരിടത്ത് പഠിക്കുന്ന ഒരു ടാസ്ക് മറ്റൊരിടത്ത് യാതൊരു തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എങ്കിൽ, ഒരു പ്രയോജനവും ഇല്ല എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? സീറോ ട്രാൻസ്ഫർ എന്ന് പറയാം. ദാ സിമ്പിൾ ഒരു ചോദ്യം തന്നിരിക്കുന്നു. Which of the following is the best example of zero transfer of learning? Option A, learning French helps in learning Italian. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ്. പ്ലേയിങ് ടെന്നീസ് ഹെൽപ്സ് ലേണിംഗ് ബാഡ്മിന്റൺ, അതും പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ്. ലേണിംഗ് ടു ഡ്രൈവ് എ കാർ പ്രിവെന്റ് ലേണിംഗ് ടു ഡ്രൈവ് എ ട്രക്ക്. അപ്പോൾ ലേണിംഗ് ടു ഡ്രൈവ് എ കാർ, ഒരു കാറ് ഓടിക്കുന്നത് ഒരു ട്രക്ക് ഓടിക്കുന്നതിനെ ബുദ്ധിമുട്ടിക്കുന്നുവെങ്കിൽ അത് നെഗറ്റീവ് ട്രാൻസ്ഫർ ആണ്. ദെൻ ഓപ്ഷൻ ഡി എന്ന നോളജ് ഓഫ് ഹിസ്റ്ററി ഹാസ് നോ എഫക്ട് ഓൺ ലേണിംഗ് ഓഫ് സ്വിം. ചരിത്രം പഠിക്കുന്നുണ്ട് ആർക്കെങ്കിലും നീന്തൽ പഠിക്കാൻ വല്ല പ്രയോജനമുണ്ടോ? ദർ ഇസ് നോ എഫക്ട്. നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടോ? നോ പ്രോബ്ലം. That is zero transfer. Option D is the right answer. ഇനി നോക്കുക, നമ്മൾ പറഞ്ഞു 3 പ്രൈമറി ലേണിംഗ് ട്രാൻസ്ഫർ ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈമറി ലേണിംഗ് ട്രാൻസ്ഫർ 3 എണ്ണമാണെന്ന് പറഞ്ഞു. 1 പോസിറ്റീവ് ആണ്, 2 നെഗറ്റീവ് ആണ്, 3 സീറോ ആണ്. അത് കൂടാതെ ദാ നോക്കുക, there are 3 primary types of learning: positive, negative and zero, along with several specific subtypes: vertical, horizontal, bilateral. Vertical ട്രാൻസ്ഫറും ഹൊറിസോണ്ടൽ ട്രാൻസ്ഫറും ബൈലാറ്ററൽ ട്രാൻസ്ഫറും പിന്നെ കുറേ ഉണ്ട്. എക്സ്പീരിയൻഷ്യൽ ട്രാൻസ്ഫർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകണ്ട. തൽക്കാലം ഇത് 3 എണ്ണം നോക്കുക. വെർട്ടിക്കൽ ട്രാൻസ്ഫർ എന്താ? when one lesson facilitates the understanding for another lesson is a subject is called vertical transfer. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുന്നു, നമ്മൾ 1 പഠിച്ചു, 2 പഠിച്ചു, 3 പഠിച്ചു. ഇനി അടുത്ത ഇതിൻ്റെ അഡിഷൻ പഠിക്കുന്നു, അടുത്തത് ഇതിൻ്റെ ഡിലീഷൻ പഠിക്കുന്നു, നെഗറ്റീവ് പഠിക്കുന്നു, കുറയ്ക്കാൻ പഠിക്കുന്നു, ദെൻ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നു, ദെൻ നമ്മൾ ഡിവിഷൻ പഠിക്കുന്നു. അപ്പോൾ ബേസിൽ നിന്നും മുകളിലേക്ക് അടിസ്ഥാനം പഠിച്ചത് കൊണ്ടാണ് നമുക്ക് അഡിഷൻ പഠിച്ചത്, അടിസ്ഥാനം പഠിച്ചത് കൊണ്ടാണ് നമുക്ക് കുറയ്ക്കാൻ പറഞ്ഞത്, അതും കൂട്ടാനും കുറയ്ക്കാനും അറിയാവുന്നതുകൊണ്ടാണ് നമുക്ക് ഗുണിക്കാൻ പഠിക്കാൻ പറ്റിയത്. അപ്പോൾ ഒരു പഠനം ദാണ്ട വെർട്ടിക്കലായിട്ട് തന്നെ ആ പഠനത്തെ തുടർച്ചയായി സ്വാധീനിക്കപ്പെടുന്നുവെങ്കിൽ ദാറ്റ് ഈസ് വെർട്ടിക്കൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. നിങ്ങൾ പാഠപുസ്തകങ്ങളിൽ ചരിത്ര പാഠപുസ്തകങ്ങളോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയോ എടുത്താൽ 1ാം ക്ലാസ് മുതൽ എങ്ങനെയാണ് പോകുന്നത്, 4ാം ക്ലാസ് മുതൽ എങ്ങനെയാണ് പോകുന്നത്, തൊട്ടടുത്ത് മുകളിലൊക്കെ. സോ നമുക്ക് അതിനെ വെർട്ടിക്കൽ ട്രാൻസ്ഫർ എന്ന് പറയാം. എ സ്റ്റുഡന്റ് ഹു ഹാസ് മാസ്റ്റേർഡ് ദ റൂൾ ഓഫ് multiplication, a student has mastered the rule of multiplication, finds it is easier to learn how to solve algebraic equation. ഇതെല്ലാം പോസിറ്റീവ് ട്രാൻസ്ഫറിന്റെ സെക്കൻഡറി ലെവലാണെന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം. പ്രൈമറി ആയിട്ട് 3 എണ്ണേ ഉള്ളൂ. This is an example of vertical transfer. ഇനി നമുക്ക് നോക്കാം horizontal transfer. Applying knowledge to a new task that is at the same level of complexity. അതായത് നമ്മളൊരു ടാസ്ക് ചെയ്യുമ്പോൾ അതേ കോംപ്ലക്സിറ്റി ലെവലിലുള്ള
മറ്റൊരു ടാസ്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ഈ ലേണിങ്ങിനെ, ഈ നോളജിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ എന്ന് വിളിക്കാം. സോ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്? ലേണിംഗ് ടു ആഡ് സിംഗിൾ ഡിജിറ്റ് നമ്പർ ആൻഡ് ദെൻ ലേണിംഗ് ടു ആഡ് മൾട്ടി ഡിജിറ്റ് നമ്പർ. അത് ഏതാണ്? വെർട്ടിക്കൽ ആണ്. അപ്ലൈയിങ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഓംസ് ലോ ഫ്രം എ ഫിസിക്സ് ക്ലാസ് ടു സോൾവ് സർക്യൂട്ട് പ്രോബ്ലംസ് ഈസ് ആൻ എഞ്ചിനീയറിംഗ് ലാബ്. അതായത് ഒരു ഫിസിക്സ് ക്ലാസ്സിൽ ഓംസ് ലോ പഠിക്കുന്ന ഒരു കുട്ടി സെയിം ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി ഉള്ള സർക്യൂട്ട് പ്രോബ്ലം എഞ്ചിനീയറിംഗ് ലാബിൽ സോൾവ് ചെയ്താൽ അതെന്താണ്? അത് ഹൊറിസോണ്ടൽ ആണ്. സെയിം ലെവൽ, അതേ കണക്ക്. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ ഇവിടെ വരുന്നത്? ഹൊറിസോണ്ടൽ. വെർട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ, ലംബമായിട്ട്. ഹൊറിസോണ്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരശ്ചീനം അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ഒരു സാധനം അതേ ലെവൽ ഇവിടെ തീർക്കുന്നു, അതേ ലെവൽ ഇവിടെ തീർക്കുന്നു. സോ ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഇനി നമുക്ക് മറ്റൊരെണ്ണം നോക്കാം, ബൈലാറ്ററൽ ട്രാൻസ്ഫറിങ്. ബൈലാറ്ററൽ ട്രാൻസ്ഫറിങ് സിമ്പിൾ ആണ്. വെൻ ട്രെയിനിങ് ഓഫ് വൺ സൈഡ് ഓഫ് ദ ബോഡി ഫെസിലിറ്റേറ്റ് ദ യൂസ് ഓഫ് അതർ സൈഡ്. എക്സാമ്പിൾ, റൈറ്റിംഗ് വിത്ത് ദ ലെഫ്റ്റ് ഹാൻഡ് ആഫ്റ്റർ ട്രെയിനിങ് ദ റൈറ്റ്. ഇപ്പൊ നമ്മൾ ഒരു റൈറ്റ് സൈഡിൽ വെച്ച് ചെയ്യുന്ന ഒരു കാര്യം, അത് അവിടെ ചെയ്തതിന് ശേഷം അതേ ടാസ്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമെങ്കിൽ, അതേ എബിലിറ്റി അതേ സ്കില്ല് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ബൈലാറ്ററൽ. ഫോർ എക്സാമ്പിൾ, വലത് കൈ കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരാൾ ഇടത് കൈ കൊണ്ട് വണ്ടി ഓടിക്കുന്നു, വലത് കൈ കൊണ്ട് എഴുതുന്ന ഒരാൾ ഇടത് കൈ കൊണ്ട് എഴുതുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ട്രാൻസ്ഫർ ആണ് അല്ലെ? നമ്മൾ എഴുതി പഠിക്കുന്ന വലത് കൈ കൊണ്ടല്ലേ? ആദ്യമേ നമ്മൾ ഇപ്പം വലത് കൈ സ്വാധീനമുള്ള ആൾക്കാർ ആദ്യം എഴുതി പഠിക്കുന്ന ഇടത് കൈ കൊണ്ടാണ്? ഇല്ല, വലത് കൈ കൊണ്ട് എഴുതി കൊടുക്കുന്നു. അതേ സാധനം ഇടത് കൈ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. സോ ബൈലാറ്ററൽ ട്രാൻസ്ഫർ ആണത്. ഒരു എക്സാമ്പിൾ നോക്കൂ. വെൻ എ ചൈൽഡ് ലേൺസ് ടു റൈറ്റ് വിത്ത് ദെയർ റൈറ്റ് ഹാൻഡ്, this training facilitates or aids in writing with the left hand. This is an example of which type of transfer of learning? That is bilateral. ഇത്രയേ ഉള്ളൂ സാധനം, ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ ടോപ്പിക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതിലെ പ്രൈമറി ലോസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എപ്പോഴും ചോദിക്കുന്നത്. സബ്സിക്വന്റ് ലാസിലേക്ക് കൂടുതലായിട്ട് വന്നിട്ടില്ല, അത് സീറ്ററ്റ് പോലുള്ള പരീക്ഷകൾക്കാണ് ചോദിക്കുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. മനസ്സിലായെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഓൾ ദ വെരി ബെസ്റ്റ്. ലെറ്റ് വി മീറ്റ് അഗൈൻ. താങ്ക് യു.